എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും വിദ്യാർത്ഥികൾ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾ നിങ്ങൾ എവിടെയാണോ ടെമ്പററി അഡ്മിഷൻ നേടിയത് അവിടെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സംശയം പല വിദ്യാർത്ഥികൾക്കും ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ ആണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിലവിൽ ടെമ്പററി അഡ്മിഷൻ ആയിരിക്കും അധിക വിദ്യാർത്ഥികൾ നേടിയിട്ടുണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സോ കിട്ടിയത് കാരണമായിരിക്കും നിങ്ങൾ ഈ ഒരു ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നോ ചേഞ്ച് ഇൻ യുവർ ഓപ്ഷൻ അലോട്ടഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് ഈ ഒരു നിലവിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സ്കൂളിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പോയിട്ട് ഫീസ് അടച്ച് നിങ്ങളുടെ സീറ്റ് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അങ്ങനെ പെർമനൻ്റ് ആയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിലവിൽ നിങ്ങൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് നേടിയിട്ടുണ്ടായിരുന്നത്, എന്നാൽ തേർഡ് അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടിയിട്ടില്ല, അത് പുതുതായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടും പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ നിലവിൽ നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻറ്റ്സും സ്കൂളിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് പുതിയ ഡോക്യുമെൻറ്റ്സ് ഒന്നും എടുത്തിട്ട് പോവേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ 5 ഓപ്ഷൻസാണ് കൊടുത്തതെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക്, അതായത് ഇത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ഏതാണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു സെയിം ഓപ്ഷൻ തന്നെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് എന്ന് വിചാരിക്കുക. തേർഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്തും സെയിം ഓപ്ഷൻ തന്നെയാണ് ഉണ്ടായിരുന്നത്, മാറ്റമൊന്നുമില്ല. നിങ്ങളിവിടെ ടെമ്പററി അഡ്മിഷനാണോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പോയിട്ട് എവിടെയാണോ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്തത് അവിടെ പോയിട്ട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. ഇനിയിപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ, അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റേതാണിത്. അപ്പോൾ ഇവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ നോക്കുന്ന സമയത്ത് ആദ്യം 5ാമത്തെ ഓപ്ഷനായിരുന്നു, എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു 3ാമത്തെ ഓപ്ഷനിലാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയത്. എന്നാൽ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്ക് മാറ്റമൊന്നും കിട്ടിയിട്ടില്ല. അതായത് തേർഡ് അലോട്ട്മെൻറ്റിൽ നോ ചേഞ്ച് ഇൻ യുവർ ഓപ്ഷൻ എന്നാണ്, അലോട്ടഡ് ഓപ്ഷൻ എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളും നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടിയിട്ടില്ല എങ്കിൽ, അത് പുതുതായിട്ട് കിട്ടിയിട്ടില്ല, നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്നാണ് കാണിക്കുന്നതെങ്കിൽ, നിങ്ങൾ എവിടെയാണോ ടെമ്പററി അഡ്മിഷൻ നേടിയത് ആ ഒരു സ്കൂളിൽ നിങ്ങൾ അഡ്മിഷൻ വേണ്ടിയിട്ടുള്ള ഫീസും എടുത്തുകൊണ്ട് നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടിയിട്ട് പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, എനിക്കപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ എന്നെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അഡ്മിഷനായിട്ട്. അതുപോലെ ചില വിദ്യാർത്ഥികൾക്ക് മാനേജ്മെൻറ്റ് കോട്ടയിൽ നിന്നും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അഡ്മിഷനായിട്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു മാനേജ്മെൻറ്റ് കോട്ടയിലോ കമ്മ്യൂണിറ്റി കോട്ടയിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സാണ് കിട്ടുന്നതെങ്കിൽ മാത്രം നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടുക. കാരണം നിങ്ങൾക്കിപ്പോൾ മെറിറ്റ് കോട്ടയിൽ നിങ്ങൾക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടി തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്നു. എന്നാൽ നിങ്ങൾക്ക് ആ ഒരു, അതായത് മെറിറ്റ് കോട്ട, അതായത് ഇപ്പോൾ SWSൻ്റെ, അതായത് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിലോ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ ആണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത്, എന്നാൽ തേർഡിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങളവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് പിന്നെ ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് സ്കൂൾ അല്ലെങ്കിൽ കോഴ്സ് മാറാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെൻറ്റ് കോട്ടയിലോ നിങ്ങൾ അഡ്മിഷൻ നേടുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെൻറ്റ് കോട്ടയിലോ നിങ്ങളെ അഡ്മിഷനായിട്ട് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സോ ആ ഒരു സ്കൂളോ ഇഷ്ടപ്പെട്ട കോഴ്സാണെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക. അതല്ലെങ്കിൽ ഈ ഒരു മെറിറ്റ് കോട്ടയിൽ കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. കാരണം മെറിറ്റ് കോട്ടയിലാണെങ്കിൽ നിങ്ങൾക്ക്, അതായത് SWS ലിങ്ക് മുഖേന കിട്ടിയതോ അല്ലെങ്കിൽ സ്പോർട്സ് കോട്ട വഴി കിട്ടിയതോ ആയിട്ടുള്ള സീറ്റുകളാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫറായി നിങ്ങൾക്ക് സ്കൂൾ അല്ലെങ്കിൽ കോഴ്സ് മാറാൻ പറ്റും. ആ കോഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ മറ്റൊരു കോഴ്സിലേക്കൊക്കെ ഓപ്ഷനായിട്ട് കൊടുക്കാൻ പറ്റും. എന്നാൽ മാനേജ്മെൻറ്റ് കോട്ടയിലോ കമ്മ്യൂണിറ്റി കോട്ടയിലോ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമില്ലാത്ത ഓപ്ഷനോ അല്ലെങ്കിൽ കോഴ്സോ ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ പോയിട്ട് അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ നേടാം. അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെൻറ്റ് സീറ്റിലോ ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടുകയാണെങ്കിൽ മാത്രം മാറുക, അല്ലെങ്കിൽ നിങ്ങൾ മെറിറ്റ് കോട്ടയിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു മെറിറ്റ് കോട്ടയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടിയ ശേഷം പിന്നീട് നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കാം, മാനേജ്മെൻറ്റ് സീറ്റിലോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയിലോ
ട്രാൻസ്ഫർ ഉണ്ടാവുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു മെറിറ്റ് കോട്ടയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.